പടയണി എന്ന് പറയുന്ന ഒരു സിനിമയിലോ മറ്റേ ആ ഇവർ രണ്ടുപേരും അതെ ഒരു സിനിമാ സ്ക്രീനിലാകും ശരിയാ. വെച്ച് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ? അതെ മോഹൻലാലിന്റെ ചെറുപ്പമായിട്ട് ആ ഇന്ദ്രനാണ് അഭിനയിച്ചത്. അത് സുഖേട്ടന്റെ പടമല്ലേ? അതെ സ്വന്തം പടം, ഞങ്ങളുടെ സ്വന്തം സ്വന്തം പടമാ. പടമാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത കാരണം ഇരകളൊക്കെ എടുത്തപ്പോൾ സുഖേട്ടൻ അങ്ങ് ബിസിനസ് ഭയങ്കര, കാരണം ഇരകളെടുത്ത് കുറച്ചൊരു നഷ്ടമൊക്കെ വന്നു. അപ്പം ആ ഒരു കാര്യം ചെയ്യാം, വേറൊരു കമേഴ്ഷ്യൽ പടം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരകൾ, അപ്പോൾ നല്ല പടമാണ്, ഇരകൾ അവാർഡൊക്കെ കിട്ടിയത് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ഇത്. അപ്പോൾ ആ കിടന്ന പൈസ കളയഞ്ഞല്ലോ എന്നുള്ളൊരിത്. അത് അദ്ദേഹം ഭയങ്കര സമ്പാദിക്കാനൊക്കെ ഭയങ്കര ദീർഘവീക്ഷണ ബുദ്ധിയാണല്ലോ. അങ്ങനെ പടയണി എടുക്കുന്നു. അന്നൊക്കെ ഈ സിനിമ സ്വാമിക്കൊക്കെ അറിയാം, മൊത്തം ഔട്ട്റേറ്റ് കൊടുക്കും. നമ്മളൊരു പടം എടുത്ത് ഇത്ര രൂപ ലാഭത്തിന് പടം മൊത്തമായിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങ് കൊടുത്തു. അപ്പം അതിനകത്തൊരു 4-5 ലക്ഷം രൂപ ലാഭം കിട്ടി. മറ്റേത് പോയ കാശ് ഇതിലിഞ്ഞ് വന്നു. ആ അപ്പം അപ്പം ആ പടത്തിനകത്ത് ഇതുപോലെ ഒരു ചെറിയ പാട്ട് സീനിലും ഒക്കെ ഉണ്ട് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ അന്നേ വലിയ ഈ സിനിമയ്ക്കകത്ത് അച്ഛാ എങ്ങനെ അച്ഛാ, അത് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലെ ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കും അദ്ദേഹമായിട്ട്. അങ്ങനെ ഒരു ബാലതാരമായിട്ട് ഇന്ദ്രയത്തിൻ്റെ ഫസ്റ്റ് പടം പടയണി തന്നെ. എന്ത് കാര്യവും 2 ദിവസം ഒരു ഷൂട്ടിങ്ങില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാലും ഒക്കെ മക്കളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ. ഭയങ്കര ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അവധിക്കാലത്ത് 2 ബുക്ക് എടുത്ത് കൊടുത്തിട്ട് ഇത് എഴുതണം, എഴുതിയിട്ട് എന്താണ് ഈ പുസ്തകം വായിച്ചപ്പോൾ നിനക്ക് തോന്നിയ ഒരു സന്തോഷമാണോ, എന്താണ് നിൻ്റെ ഒപ്പീനിയൻ, എന്താണ് കഥ, എങ്ങനെയായിരുന്നു നറേഷൻ, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ അച്ഛനാണ്. അതൊക്കെ അച്ഛൻ്റെ ജോലിയായിരുന്നു.